ഈ മരം കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. എന്താണ് സംഭവം ഒരു പിടിയും കിട്ടുന്നില്ല. ഹലോ നമസ്കാരം, ഞാൻ ഷാമിൽ ജില്ലക്കാടൻ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡൽഹി ട്രിപ്പിൽ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിന്റെ മുന്നിലാണ്. ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് രാഷ്ട്രപതി ഭവൻ കാണാൻ പറ്റും. പാർലമെന്റ് മന്ദിരം പുതിയതും പഴയതും നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ കൂടുതൽ അടുത്തോടെ നമുക്ക് സെക്യൂരിറ്റി റീസൺസ് കാരണം പോകാൻ പറ്റത്തില്ല. ഇവിടെയുള്ള കൂടുതൽ കാര്യങ്ങൾ കാണുന്നതിന് മുമ്പേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് വ്യൂസ് ഉണ്ട്. അതിലൂടെ നമുക്ക് ആദ്യം പോകാം. പാർലമെന്റ് മന്ദിരവും രാഷ്ട്രപതി ഭവനും എല്ലാം കാണാനായിട്ട് കാറിൽ ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരു റൗണ്ട് ബോട്ട് കറങ്ങി ഇങ്ങനെ വരുമ്പോൾ ദൂരെയായിട്ട് രാഷ്ട്രപതി ഭവനെല്ലാം ഇങ്ങനെ കണ്ടു തുടങ്ങും. പഴയ കാലഘട്ട ഓർമ്മകളിലേക്കാണ് പെട്ടെന്ന് ആ ഒരു കാഴ്ച എന്നെ കൊണ്ടുപോയത്. പഠിക്കുന്ന സമയത്ത് നമ്മൾ പാർലമെന്റിനെ കുറിച്ചും രാഷ്ട്രപതി ഭവനെക്കുറിച്ചും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും എല്ലാം പഠിച്ചിട്ടുള്ള ആ ഓർമ്മകൾ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ പല ചടങ്ങുകളിലും ഈ രാഷ്ട്രപതി ഭവനിലും പാർലമെന്റ് മന്ദിരത്തിലും എല്ലാം നടക്കുന്നത് നമ്മൾ ടി വിയിലെല്ലാം കണ്ടിട്ടുണ്ട്. ടി വിയിൽ കണ്ട ആ ഒരു ബിൽഡിംഗ് എല്ലാം നേരിട്ട് കാണാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ തോന്നുന്നത്. രാഷ്ട്രപതി ഭവൻ മുന്നിൽ കാണുന്നുണ്ടെങ്കിലും റൈറ്റ് ടേൺ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും തന്നെ കാറ് നിർത്താനോ ഫോട്ടോ എടുക്കാനോ വിശദമായിട്ട് കാണത്തക്ക ഒരു സൗകര്യമൊന്നുമില്ല. അപ്പോൾ രാജാജി മാർഗിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ കാണുന്നത്, DRDOയുടെ മെയിൻ ഓഫീസ്. ഇതിൻ്റെ മുന്നിലായി നമ്മുടെ ബ്രഹ്മോസ് മിസൈലും അതുപോലെ നമ്മുടെ ഫൈറ്റർ ജെറ്റായിട്ടുള്ള തേജസിൻ്റെ എല്ലാം മാതൃകയെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിരവധി ഗേറ്റുകളുള്ള രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 200 ഏക്കറോളം വരുന്ന സ്ഥലത്ത് എന്നാണ് നമ്മുടെ ഡ്രൈവർ ബായ് പറയുന്നത്. ഈ ഗേറ്റുകളിലൊക്കെ തന്നെ ഹെവി സെക്യൂരിറ്റിയാണ്. ഇൻസാസ് അസാൾട്ട് റൈഫിളും AK-47 പട്ടാളക്കാർക്ക് ഇങ്ങനെ നിൽപ്പുണ്ട്. ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ഈ ഒരു റോഡാണ് കർത്തവ്യപഥ്. ഇവിടെ നിൽക്കുമ്പോഴാണ് രാഷ്ട്രപതി ഭവനും പാർലമെൻറ്റിൻ്റെ പുതിയ മന്ദിരവും പഴയ മന്ദിരവും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ടൂറിസ്റ്റുകളൊക്കെ തന്നെ മിക്കവാറും ഇവിടം വരെയാണ് വരുന്നത്. നമ്മുടെ പാർലമെൻറ്റിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ MP-യുടെ ഒക്കെ ലെറ്ററൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ മുമ്പ് ആൾക്കാർക്ക് കയറാൻ പറ്റുമെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്നും അറിയാൻ വയ്യ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇതൊക്കെ ഒന്ന് കാണാം. നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ആ കാണുന്ന രാഷ്ട്രപതി ഭവനാണ് വളരെ മനോഹരമായിട്ട് കാണാൻ കഴിയുന്നത്. പഴയ പാർലമെന്റ് മന്ദിരം ദൂരെ കാണാം, പുതിയ പാർലമെന്റ് മന്ദിരവും ദൂരെ കാണുന്നുണ്ട്, ചെറുതായിട്ടേ കാണുന്നുള്ളൂ. അതുപോലെ AK-47 റൈഫിൾസുമായിട്ട് ഈ കാണുന്ന പോലെ ആർമി ജവാൻസ് ഇവിടെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. നമ്മുടെ മുന്നിൽ കാണുന്ന ഈ റോഡാണ് രാഷ്ട്രപതി ഭവൻ റോഡ്. ഇത് ചെന്ന് കയറുന്ന വലിയ റോഡ്, റൈറ്റിലും ലെഫ്റ്റിലും പോകുന്ന ആ റോഡാണ് നേരത്തെ ഞാൻ പറഞ്ഞ കർത്തവ്യപഥ് എന്ന് പറയുന്ന റോഡ്. ഈ കാണുന്നത് ഒരു വാട്ടർ ഫൗണ്ടൻ ആണ്. ഇവിടെ പല സ്ഥലങ്ങളിലും ഇതുപോലെ വാട്ടർ ഫൗണ്ടൻ എല്ലാം കാണുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പ്രോപ്പർലി വർക്ക് ചെയ്യുന്നില്ല. ഇതിൻ്റെ വേണ്ട രീതിയിലുള്ള മെയിൻ്റനൻസ് ഒന്നും നടക്കുന്നില്ലെന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഇത് ചേർന്നിട്ട് ഈ കാണുന്നൊരു പാർക്കുണ്ട്. പാർക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ചെറിയ ട്രീസൊക്കെ മനോഹരമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ മരം കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. എന്താണ് സംഭവം ഒരു പിടിയും കിട്ടുന്നില്ല. നല്ല രസമുണ്ട്. ഒരു പ്രത്യേക നാല് പോലെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ തൂങ്ങി കിടപ്പുണ്ട്. അത് പ്രത്യേക ഒരു ഫീൽ ചെയ്യുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ രാഷ്ട്രപതി ഭവനും പാർലമെന്റ് മന്ദിരവും ഒക്കെ കണ്ടു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിനി പോകാൻ പോകുന്നത് ഇന്ത്യ ഗേറ്റിലോട്ടാണ്. ഇവിടുത്തെ പാർക്കെല്ലാം നല്ല രസമുണ്ടായിരുന്നു. കൂടുതൽ സമയം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള സമയം പിന്നെ കിട്ടാതേക്കാവും. നമ്മൾ കാറിൽ കുറേ ഏരിയ ഒക്കെ കറങ്ങാനായിട്ട് പ്ലാൻ ചെയ്ത് ഇറങ്ങിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്ത് പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ വീണ്ടും കാറിൽ കയറിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇന്ത്യ ഗേറ്റിലേക്കുള്ള യാത്രയിലാണ്. മിനിസ്ട്രി ഓഫ് സ്റ്റീൽ. ഈ കടന്നു പോകുന്ന റോഡിൽ നമുക്ക് പല മിനിസ്ട്രിയുടെയും ഓഫീസെല്ലാം കാണാൻ കഴിയും. അതുപോലെ തന്നെ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള പല ഓഫീസുകളും സ്ഥിതി ചെയ്യുന്ന റോഡ് കൂടിയാണിത്. ഇതിൻ്റെ പേര് മൗലാന ആസാദ് റോഡ് എന്നാണ്. നമ്മുടെ കർത്തവ്യപഥിന് പാരലായിട്ട് പോകുന്ന ഒരു റോഡ് കൂടിയാണിത്. ഇത് നമ്മുടെ വിജ്ഞാൻ ഭവനാണ്.
നമ്മൾ ഇന്ത്യ ഗേറ്റിന്റെ ചെറിയ വ്യൂസ് ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നേരെ ഹൈദരാബാദ് ഹൗസാണ് ആ കാണുന്നത്. ഹൈദരാബാദ് ഹൗസ് എല്ലാം കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത്. ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്ക് ഇവിടെ നിന്ന് നടന്നു വേണം നമുക്ക് പോകാനുള്ളത്. ഈ ഡ്രോപ്പ് ചെയ്ത സ്ഥലത്ത് ചാർട്ടെല്ലാം സെല്ല് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഈ ഉച്ച സമയത്ത് പോലും കാണുന്നുണ്ട്. കേരള ഇന്ത്യ ഗേറ്റിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് മിലിറ്ററി ബാൻഡിൻ്റെ സൗണ്ടെല്ലാം ഈ ഒരു പാർക്കിൽ നിന്ന് കേട്ടത്. എന്താണെന്ന് അറിയാനായി ഇവിടെ ഒന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് നാഷണൽ NCC ഡേ പ്രമാണിച്ചുള്ള പ്രോഗ്രാമിൻ്റെ റിഹേഴ്സലൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഈ ഒരു പാർക്കിൽ നിന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇന്ത്യ ഗേറ്റിൻ്റെ ഒരു വ്യൂസൊക്കെ ഉണ്ട്. നല്ല ഫൗണ്ടനൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഏരിയ എല്ലാം. അപ്പോൾ ഇവിടെ നിന്ന് നടന്ന് നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റിൻ്റെ മുന്നിലായി നേതാജി സുഭാഷ് ചന്ദ്രബോസ് മെമ്മോറിയലാണ് ഈ കാണുന്നത്. അങ്ങനെ ഇന്ത്യ ഗേറ്റിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ചരിത്രപരമായ പല സംഭവങ്ങളും ഇങ്ങനെ മൈൻഡിൽ ഓർമ്മ വരുന്നുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ച ഇന്ത്യൻ പട്ടാളക്കാരുടെ സ്മരണയ്ക്ക് ഉണ്ടാക്കിയതാണ് നമ്മുടെ ഈ ഇന്ത്യ ഗേറ്റ്. ഇന്ത്യൻ ആർമിയിലെ 74,187 പട്ടാളക്കാരാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജീവത്യാഗം ചെയ്തത്. അവരുടെയൊക്കെ ഓർമ്മയുടെ മുന്നിൽ, അവരുടെ ബലിദാനത്തിന് മുന്നിൽ ഞാനും സല്യൂട്ട് ചെയ്യുകയാണ്. ഇവരുടെയൊക്കെ പേരുകൾ ഇന്ത്യ ഗേറ്റിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഏകദേശം 42 മീറ്റർ ഉയരത്തിലാണ് പ്രൗഢഗംഭീരമായി ഇന്ത്യ ഗേറ്റ് ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇതിൻ്റെ പ്രൗഢി ഇതിൻ്റെ ഉയരത്തിലോ വലുപ്പത്തിലോ ഒന്നുമല്ല. ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ ഇന്ത്യൻ പട്ടാളക്കാർക്കായിട്ടുള്ള ഒരു സ്പെഷ്യൽ വാല്യൂവും ട്രസ്റ്റും ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു സ്പെഷ്യൽ സ്മാരകം തന്നെയാണ് ഇന്ത്യ ഗേറ്റ്. ആ ഒരു വിശ്വാസം തന്നെയാണ് ഇന്ത്യയുടെ പല ഭാഗത്തുള്ളവരെയും ഇവിടേക്ക് എത്തിക്കുന്നത്. ഇന്ത്യ ഗേറ്റിന് 4 ചുറ്റും ചെടികളെല്ലാം പ്രത്യേക രീതിയിൽ സജ്ജീകരിച്ചുകൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട്. നടന്ന് ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ മറു സൈഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് നേരെ കർത്തവ്യപഥ് കാണാൻ കഴിയും. അവിടെയാണ് റിപ്പബ്ലിക് ഡേ പരേഡെല്ലാം നടക്കുന്നത്. റിപ്പബ്ലിക് ഡേ പരേഡ് TV-യിൽ സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് കമൻട്രിയിൽ ഈ റോഡിന് രാജ്പഥ് റോഡ് എന്നാണ് പറയുന്നത്. ഇതിന് രാജ്പഥ് റോഡ് എന്നൊരു പേരുണ്ടെങ്കിലും ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം കർത്തവ്യപഥ് എന്നാണ്. ഇവിടെ ഇങ്ങനെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. എന്തോത്ര ആൾക്കാരാണ് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നത്, കാണാനായിട്ടൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നത്. നല്ല ക്ലൈമറ്റ് കേട്ടോ. വെയിൽ നല്ലതുണ്ടെങ്കിലും ചൂട് ഒട്ടും ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ പൊല്യൂഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ കരുതിയിരുന്നത് നമുക്ക് ബ്രീത്ത് ചെയ്യാനുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഫീൽ ചെയ്യുന്നതാണ്. പക്ഷെ അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഈ കാണുന്ന ഫോഗ് ആണെങ്കിൽ ഫീൽ ചെയ്യുന്നത് പൊല്യൂഷന്റെ ഭാഗമായിട്ട് സ്മോക്കിന്റെ ഒരു ഇതാണെന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഇന്ത്യ ഗേറ്റിന്റെ 2 സൈഡിലും ഇതുപോലെ കുറച്ച് ഫൗണ്ടൻസ് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഇന്ത്യ ഗേറ്റിന്റെ മുന്നിൽ നിന്നും നമ്മൾ ഇനി അടുത്ത സ്ഥലത്തിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഗേറ്റും അതുപോലെ തന്നെ പാർലമെന്റ് ഹൗസും രാഷ്ട്രപതി ഭവനും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അടുത്ത നമ്മൾ പോകുന്നത് നമ്മുടെ ലാൽ കിലയിലോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ലൈക്കും ഷെയർ ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണാം. ഷാബിജിലെ കാണാൻ സൈനിങ് ഓഫ്.